നമസ്കാരം. ഞാൻ പട്ടാളം ബിജു, കുളക്കട നാട്ടുവാർത്താ ഗ്രൂപ്പിൽ നിന്നാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മനോഹരമായ സിയോങ്കുന്ന് എന്ന പ്രദേശത്താണ്. പുത്തൂർമുക്ക്, കലയപുരം പുത്തൂർമുക്കിലെ സിയോങ്കുന്ന് എന്ന പ്രദേശത്താണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ചരിത്ര പ്രസിദ്ധവും പൗരാണികവുമായ സാധു കൊച്ചു ഉപദേശി മെമ്മോറിയൽ കൺവെൻഷന് വേണ്ടി ഉള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മത്തിന് വേണ്ടിയാണ്. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, ഞങ്ങൾക്കല്ലവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണം. ഭൂവിൽ ഞങ്ങൾക്കല്ലവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവ്, ഈ രാവിലെ സമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രത്തോടെ നിന്റെ സ്വർഗീയ ഈ പുതിയ പ്രഭാതത്തിനായി ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി രാത്രിയിൽ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ വിശ്രമിച്ച് ശാന്തമായി എല്ലാ അനർത്ഥങ്ങളിലും പ്രയാസങ്ങളിൽ ഞങ്ങളെ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കൺവെൻഷന്റെ പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടത്തുക. ഇതിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോകണം. ഏതാനും ദിവസം കഴിയുമ്പോൾ ഇവിടെ വചനഘോഷണത്തിന്റെ ഒരു ഉത്സവം നടക്കും. കർത്താവേ, ഇവിടെ പ്രഘോഷിക്കേണ്ട വചനം, അതിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും ആശീർവദിക്കണം. എളിയവരാണ് ഞങ്ങളെ അതിനായി ഉപയോഗിക്കണം. എല്ലാം പൊന്നുനാ മഹത്വത്തിനായി തീരണം. ഇവിടെ സന്നിധിരായിരിക്കുന്ന എല്ലാവർക്കായി പ്രത്യേകിച്ച് സ്കൂളിലും പ്രവർത്തിക്കുന്ന എല്ലാ ഇത് മക്കൾക്കായി മഹത്വപ്പെടുത്താം. ഇതിന് പ്രവർത്തിക്കുന്ന കച്ചനായി അതുപോലെ ഈ കൺവെൻഷന്റെ മുഴുവൻ ചുമതല വഹിക്കുന്ന രാജസ്ഥാൻ മറ്റിവിടെ സന്നിധിരായിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്കായിട്ടല്ല, തിരുനാമഹിമയ്ക്കും പുകഴ്ചയ്ക്കുമായി ഇപ്പോൾ ഇവിടെ കാൽനാട്ട് കർമ്മം നടക്കും. അവിടെ ഞങ്ങളുടെ മധ്യ മാനവും പുകഴ്ചയും നിരക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവരും കൂടെ കലയപുരം പുത്തൂർമുക്ക് സിയോങ്കുന്ന് കൺവെൻഷന്റെ പ്രധാന പന്തലിലെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുനാമത്തിൽ തന്നെ. ഓക്കെ, താങ്ക് യു. ഒന്നുകൂടെ പിടിച്ചു സിയോങ്കുന്ന് കൺവെൻഷന്റെ പ്രധാന പന്തലിന്റെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടന്നത്. പ്രാർത്ഥനയോടുകൂടി ഈ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. മനോഹരമായ ഈ കുന്നിൻപുറത്തെ സിയോങ്കുന്ന് കലയപുരം സിയോങ്കുന്ന് കൺവെൻഷന്റെ 91ാമത് കൺവെൻഷൻ, പൗരാണികവും ചരിത്രപ്രസിദ്ധവുമായ സിയോങ്കുന്ന് കൺവെൻഷന്റെ പ്രധാന പന്തലിന്റെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. 91ാമത് സാധു കൊച്ചുകുഞ്ഞ് മെമ്മോറിയൽ സിയോങ്കുന്ന് കൺവെൻഷന്റെ പന്തൽ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടന്നത്. നിങ്ങൾക്കാണ് ഈ മനോഹരമായ ഈ കുന്നിന് മുകളിലാണ് ആത്മീയതയുടെയും ഈശ്വര വിശ്വാസത്തിൻ്റെയും ദൈവികതയുടെയും
ആത്മീയ പ്രഘോഷണങ്ങളുടെയും ഇനി വരുന്ന നാളുകൾ. ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ച തന്നെ കൺവെൻഷൻ തുടങ്ങുകയാണ്. ഒരു കാലത്ത് ആഴ്ചകളോളം നീണ്ടുന്ന കൺവെൻഷൻ ഇന്ന് ചുരുങ്ങി കുറച്ച് ദിവസങ്ങളായി മാറിയിരിക്കുന്നു. എങ്കിലും ഈ നാട്ടിലെ ആത്മീയതയ്ക്കുള്ള ഉണർവ് ഏകിക്കൊണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ അടുത്ത ഡിസംബർ 4-ാം തീയതി തുടങ്ങുകയാണ്. സിയോങ്കുന്ന് എന്ന് പറയുന്ന ഈ മനോഹരമായ കുന്നിൻ പ്രദേശം സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന ദീർഘവീക്ഷണകാരനായും സുവിശേഷ പ്രാസംഗികനും സുവിശേഷ വേലക്കാരനുമായ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ജീവചരിത്രം കൊണ്ട് പുണ്യമായ പാദസ്പർശം കൊണ്ട് പുണ്യമായ ഈ മനോഹരമായ കുന്നിൻ പ്രദേശം ഇന്ന് മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളായിട്ട് നിലനിൽക്കുകയാണ്. ഈ ഗ്രൗണ്ടിലാണ് എല്ലാ വർഷത്തെയും പോലെ 91 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ആത്മീയ കൺവെൻഷന് ഇവിടെ പന്തൽ കാൽനാട്ടുകർമ്മം നിർവഹിക്കുന്നത്. ചരിത്ര പ്രസിദ്ധവും പൗരാണികവുമായ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള സിയോങ് എന്ന കൺവെൻഷന് ഇന്ന് കാൽനാട്ടുകർമ്മം നിർവഹിച്ചിരിക്കുന്നു. ഇനി ആത്മീയതയുടെയും വചനഘോഷണങ്ങളുടെയും കൺവെൻഷണൽ ദിവസങ്ങളാണ് വരുന്നത്. പകൽ മുഴുവനും ആത്മീയ പ്രഘോഷണങ്ങളുടെയും ദൈവിക പ്രഘോഷണങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള കൺവെൻഷൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാധു കൊച്ചുകുഞ്ഞുപദേശി മെമ്മോറിയൽ കൺവെൻഷനാണ് ഈ സിയോങ് എന്ന മനോഹരമായ കുന്നിൻ മുകളിൽ അടുത്ത ഡിസംബർ 4-ാം തീയതി മുതൽ തുടങ്ങുന്നത്. അതിനുള്ള പന്തലിൻ്റെ കാൽനാട്ടുകർമ്മമാണ് ഇപ്പോൾ നടന്നത്. കൺവെൻഷനെ കുറിച്ച് 2 വാക്ക്. ചരിത്രപ്രസിദ്ധവും പൗരാണികവുമായ മനോഹരമായ ഈ സിയോങ് എന്ന മനോഹരമായ കുന്നിൻ മുകളിൽ സാധു കൊച്ചുകുഞ്ഞുപദേശി മെമ്മോറിയൽ കൺവെൻഷൻ ആത്മീയതയുടെയും ഉണർവിന്റെയുമായ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ കൺവെൻഷനെ കുറിച്ച് ഇതിന്റെ കോർഡിനേഷൻ ചെയർമാനും കൂടെ റവറൻ ഷാജി അച്ഛൻ 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതാണ്. ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. 91ാമത് സിയോങ്കുന്ന് കൺവെൻഷൻ ഡിസംബർ മാസം 4-ാം തീയതി മുതൽ ആരംഭിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ പൈതൃകമുള്ള ഒരു കൺവെൻഷനാണിത്. വളരെ പ്രസിദ്ധരായ ആളുകളാണ് ഈ വർഷവും കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ഈ വചന കേൾവി അനേകരുടെ ജീവിതത്തിന് സന്തോഷവും അനുഗ്രഹവും പ്രത്യാശയുള്ളതായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവജനങ്ങളെല്ലാം കടന്നു വന്ന് ഈ വചനം കേട്ട് രൂപാന്തരപ്പെടുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളെ ആത്മാർത്ഥമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. നന്ദി അച്ഛാ. കുളക്കട രായിച്ചാൻ 2 വാക്ക് ഈ കൺവെൻഷനെ കുറിച്ച് പറയുന്നു. 91ാമത് കൺവെൻഷനാണ്. ചരിത്രപരമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കൺവെൻഷനെ കുറിച്ച് 2 വാക്ക് ശ്രീ കുളക്കട രായ് സാർ പറയുന്നു. തിരുവിതാംകൂറിലെ സുവിശേഷ പ്രസംഗത്തിന് മുൻതൂക്കമുള്ള ഒരു പ്രദേശമാണ് സിയോങ്കുന്ന് എന്ന് പറയാൻ. കാരണം സാധു കൊച്ചുകുഞ്ഞുപദേശി തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് തൻ്റെ വേല ആരംഭിച്ച് വളരെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ ഒരു സ്ഥലമാണ്, ഒരു പുണ്യഭൂമിയാണ് ഈ കലൈവരം സിയോങ്കുന്ന്. ഇവിടെ ധാരാളം ആളുകൾ 91 വർഷമായി, ചരിത്രത്തിൽ 91 വർഷമായെങ്കിലും അതിന് മുമ്പ് തന്നെ ഇവിടെ കൺവെൻഷനുമായി ജനങ്ങൾ എത്തുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആഴ്ചകളോളം ഒരാഴ്ചക്കാലം ഇവിടെ വന്ന് താമസിച്ച് വചന കേൾവി ആ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു. ഇതൊരു പരിപാവനമായ സ്ഥലമാണ്, ഒരു പുണ്യഭൂമിയാണ്. സാധു കൊച്ചുകുഞ്ഞുപദേശികൾ എല്ലാ സുവിശേഷ പ്രവർത്തനത്തിനും നാന്ദി കുറിച്ചിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ 91ാമത് കൺവെൻഷന് ദൈവാനുഗ്രഹം വ്യാപരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. രാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആത്മീയ ഉണർവിന് വിത്തുവാകിയ ഒരു മഹത് വ്യക്തിത്വത്തിനുടമയായിരുന്നു സാധു കൊച്ചുകുഞ്ഞുപദേശി. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഈ വർഷം ഇവിടെ കൺവെൻഷൻ കൊണ്ടാടുമ്പോൾ
ആ പൂർവികർ സുവിശേഷത്തിന് വേണ്ടി അവർ ചെയ്ത ആ വലിയ ത്യാഗങ്ങൾ അനുസ്മരിക്കുവാൻ, അതിലുപരി ആ വരും തലമുറയ്ക്ക് സുവിശേഷത്തിന്റെ ദീപശിഖ പകർന്നു കൊടുക്കുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി അച്ഛ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഈ മനോഹരമായ സിയോങ്കുന്ന് എന്ന ഈ കുന്നിൻ പ്രദേശത്ത് മനോഹരമായ ഈ കുന്നിൻ പ്രദേശത്തെ സിയോങ്കുന്ന് എന്ന കുന്നിൻ പ്രദേശത്തെ ഡിസംബർ 4 മുതൽ നടക്കുന്ന കൺവെൻഷൻ ആത്മീയതയുടെയും ഈശ്വര ചൈതന്യത്തിന്റെയും പുത്തൻ ഉണർവാകുന്ന ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷന്റെ പ്രധാന പന്തലിന്റെ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നിർവഹിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൗരാണികവും ചരിത്രപരവുമായ സിയോങ്കുന്ന് കൺവെൻഷൻ ഒരു കാലത്തെ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നൂറുകണക്കിന് യുവാക്കൾ ഇവിടെ വന്നിരുന്ന് ഇവിടുത്തെ ഒരു വിഷ്വൽ തയ്യലും ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ച് അവരുടെ ജീവനോപാധി തേടിയിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ യുവാക്കൾ തൊഴിലില്ലായ്മ രൂക്ഷമായിരുന്ന 70-80 കാലഘട്ടങ്ങളിൽ യുവാക്കൾ ഇവിടെ നിന്നാണ് തയ്യൽ പഠിച്ച് അവനവൻ്റെ ജീവിത ഉപാധി തേടിയിരുന്നത്. അന്ന് ഈ സാധു കൊച്ചുകുഞ്ഞ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് പിൻകാലത്തെ മാർത്തോമാ റെസിഡൻഷ്യൽ സ്കൂളായിട്ട് മാറിയത്. അന്ന് ആയിരക്കണക്കിന് യുവാക്കളുടെ ജീവനോപാധിയായിരുന്നു ഇന്നത്തെ ഈ കാണുന്ന ഈ പ്രസ്ഥാനം. ഈ പ്രധാന ഗ്രൗണ്ടിലാണ് ഒരാഴ്ച നീളുന്ന സാധു കൊച്ചുകുഞ്ഞ് മെമ്മോറിയൽ ക്രിസ്തീയ കൺവെൻഷൻ തുറക്കുന്നത്. മതേതരത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായ ഈ കൺവെൻഷന് നാനാജാതി മതസ്ഥരാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേരുന്നത്. പഴയ പ്രൗഢി ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ജനനിബിഡമാണ് ഈ കൺവെൻഷനുകളെല്ലാം തന്നെ. ആത്മീയ പ്രബോധനങ്ങളുടെയും ഉണർവിന്റെയും ഒരു കൺവെൻഷൻ കൂടിയാണ് ഈ പുത്തൂർമുക്ക് സിയോങ്കുന്ന് കൺവെൻഷൻ എന്ന് പറയുന്നത്. വചന പ്രഘോഷണങ്ങളാലും ആത്മീയതയും നിറഞ്ഞു നിൽക്കുന്ന ഈ പവിത്രമായ കുന്നിൻ മുകളിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൺവെൻഷൻ നടക്കുന്നത്. നന്ദി, നമസ്കാരം.